ഇന്ന് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന പാഠഭാഗത്തെ ആശ്രയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാശീലത എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രവർത്തിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു അതിന് റിയാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുവാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് നമുക്കറിയാം, കെമിസ്ട്രിയിൽ പല ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ തന്നെയുണ്ട്. നമ്മളിവിടെ ലോഹങ്ങളെയാണ് ഈ ലെസണിൽ നമ്മൾ ലോഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോഹങ്ങളിൽ തന്നെയും പലതരത്തിലുള്ള ലോഹങ്ങളുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ലോഹങ്ങളുണ്ടല്ലോ. നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഡ്, സ്വർണം, അതുപോലെ തന്നെ സിൽവർ, വെള്ളി, പിന്നെ നമ്മൾ സാധാരണ പണിയായുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അയൺ, ഇരുമ്പ്, കോപ്പർ, അങ്ങനെയുള്ള കുറേ ലോഹങ്ങളുണ്ട്. അതുകൂടാതെ സിങ്ക്, പ്ലാറ്റിനം, ഇതൊക്കെ തന്നെയും പലതരത്തിലുള്ള ലോഹങ്ങളാണ്. അതുകൂടാതെ നമ്മൾ വേറെയും പല ലോഹങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്? സോഡിയം, മെഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, അങ്ങനെയുള്ള കുറേ ലോഹങ്ങളുണ്ട്. ടിന്നുണ്ട്, ലെഡ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, അങ്ങനെ ഒരുപാട് ലോഹങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ക്രിയാശീലതയിൽ വെച്ച് പറയുമ്പം ലോഹങ്ങളും, അതായത് ജലവുമായുള്ള പ്രവർത്തനം, ഓക്സിജനുമായുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായുള്ള പ്രവർത്തനം, വാട്ടറുമായുള്ള പ്രവർത്തനം, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എല്ലാ ലോഹങ്ങൾക്കും പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഒരുപോലെയല്ല, അത് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ആ ക്രിയാശീലത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമ്മളൊരു ശ്രേണിയാക്കി ലോഹങ്ങളെ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് വിളിക്കുന്നത് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ആ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതായിട്ട് പറയുന്നത്. പൊട്ടാസ്യം കഴിഞ്ഞാൽ സോഡിയം, സോഡിയം കഴിഞ്ഞാൽ കാൽസ്യം, കാൽസ്യം കഴിഞ്ഞാൽ മെഗ്നീഷ്യം, പിന്നെ വരുന്നത് അലുമിനിയം, പിന്നെ വരുന്നത് സിങ്ക്, അയേൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. AU എന്ന് പറഞ്ഞാൽ ഓറം എന്നുള്ള രീതിയിൽ ഗോൾഡ് ആണ്, AG എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. ഇനി നമ്മൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ ഈ ലെസണിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് സിങ്ക്, മെഗ്നീഷ്യം, അതുപോലെ തന്നെ കോപ്പർ, സിൽവർ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്നത്. റിയാക്ടിവിറ്റി വെച്ച് പറയുന്ന സമയത്ത് ആ ലോഹങ്ങളൊക്കെ തന്നെ വരുന്നത്. അതിന്റെ സ്ഥാനം, അതിൻ്റെ ഇടയിൽ വരുന്നത് പഠിക്കേണ്ടെന്നല്ല, എങ്കിലും പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് സിങ്കിനേക്കാൾ, നമ്മളിപ്പോൾ സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ, സിൽവർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സിങ്കിനെക്കാട്ടും ക്രിയാശീലത കൂടുതലുള്ളതാണ് മെഗ്നീഷ്യം, സിങ്കിനെക്കാളും ക്രിയാശീലത കുറഞ്ഞതാണ് കോപ്പർ, കോപ്പറിനെക്കാട്ടും ക്രിയാശീലത കുറഞ്ഞതാണ് സിൽവർ. ആ കുറച്ച് ലോഹങ്ങളുടെ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ അവിടെ വെക്കുക. അതിൻ്റെ റിയാക്ടിവിറ്റി ക്രമവും നിങ്ങളുടെ മനസ്സിൽ അവിടെ സൂക്ഷിച്ചു വെക്കുക. ഇനി നമുക്കിവിടെ നോക്കാം. ഒരു ലോഹത്തിന് ഞാനിവിടെ എടുത്തിരിക്കുന്നു, സോഡിയം എന്ന് പറഞ്ഞ ലോഹം. സോഡിയം, ലോഹങ്ങളൊക്കെ തന്നെയും ജലവുമായി പ്രവർത്തിക്കും, അതുപോലെ തന്നെ വായുവുമായി പ്രവർത്തിക്കും, കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കും. വായു എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെ വരും. എങ്കിലും വായു നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഓക്സിജൻ, ഞാൻ ഉദ്ദേശിച്ചത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജനുമായുള്ള പ്രവർത്തനമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കും, അതുപോലെ തന്നെ ആസിഡുമായി പ്രവർത്തിക്കും, അതുപോലെ തന്നെ ഏതുമായി പ്രവർത്തിക്കുന്നു? ജലവുമായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഞാൻ സോഡിയം എടുത്തു. സോഡിയത്തിന് ജലവുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സോഡിയം ജലവുമായി പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും. സോഡിയം ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് സോഡിയം ഓക്സൈഡ് ആണ്. സോഡിയം HCl ആസിഡുമായി പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന സോഡിയം ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. ഏതൊരു ലോഹവും ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രജൻ വാതകം എന്തായാലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നുണ്ട്. ഇനി അതിന്റെ പക്ഷേ അതിന്റെ റിയാക്ടിവിറ്റി വ്യത്യസ്തമായിരിക്കുന്നു മാത്രമേ. ചിലത് പെട്ടെന്ന് നമുക്ക് പ്രവർത്തിച്ചാൽ കിട്ടും, ചിലത് ഗാഢ ആസിഡുമായി പ്രവർത്തിച്ചാൽ കിട്ടും, ചിലത് ഡൈല്യൂട്ട് ആസിഡ്, അതായത് വീര്യം കൂടിയ ആസിഡുമായി പ്രവർത്തിച്ചാൽ മാത്രമേ കിട്ടുന്നതുണ്ട്, വീര്യം കുറഞ്ഞ ആസിഡുമായി പ്രവർത്തിച്ചാൽ തന്നെ ഹൈഡ്രജൻ തരുന്നതുണ്ട്. അതൊക്കെ അതിന്റെ റിയാക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ അത് ഞാനൊരു ഉദാഹരണം എടുത്ത് അത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സാധാരണ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബീക്കറിൽ എടുത്ത് അതിനകത്തേക്ക് ഒരു സിങ്ക് റോഡ് താഴ്ത്തി വെച്ചാൽ, എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ടേക്കൺ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു സിങ്ക് റോഡ് താഴ്ത്തി വെച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ്? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്?
അവിടെ റിയാക്ടിവിറ്റി കൂടുതൽ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? സിങ്കിനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സിങ്ക് ആ സൊല്യൂഷന്റെ അകത്തുനിന്ന് അത് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചാർജുള്ള ആറ്റംസിനെ നമ്മൾ അയോണുകൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ചാർജുള്ള ആറ്റം ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽസ് എന്ന് വിളിക്കും. റാഡിക്കൽസ് ചാർജ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള റാഡിക്കൽസും ഉണ്ടാവും, പോസിറ്റീവ് ചാർജുള്ള റാഡിക്കൽസും ഉണ്ടാവും. അപ്പം ഇവിടെ സിങ്ക് നമ്മൾ CuSO4 കോപ്പർ സൾഫേറ്റുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ സിങ്ക് സൾഫേറ്റും കോപ്പറും കിട്ടും. അതായത് കോപ്പർ സൾഫേറ്റിലുള്ള നെഗറ്റീവ് റാഡിക്കലായ SO4നെ സിങ്ക് അങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. സിങ്കിന് ശക്തി റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് സിങ്ക് അയോൺ SO4 അയോണിനെ വലിച്ചെടുത്ത് എന്തായിട്ട് മാറ്റുന്നു? ഇവിടെ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. സിങ്ക് സൾഫേറ്റും അവിടെ എന്താ കിട്ടുന്നത്? വേറെ കോപ്പറും കിട്ടുന്നു. അപ്പൊ ഇവിടെ സിങ്ക് പ്ലസ് CuSO4 ഗീവ്സ് ZnSO4 പ്ലസ് Cu എന്ന് കിട്ടും. ZnSO4 പ്ലസ് Cu. ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എന്താണ്? Zn2++2 ഇലക്ട്രോൺ ആണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. നമ്മൾ ഗിവ്സ് എഴുതി റൈറ്റ് സൈഡിൽ 2 ഇലക്ട്രോൺസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അതിന്റെ അർത്ഥം എന്താണ്? അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. എന്താണ്? സിങ്ക് റിലീസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ഫോംസ് Zn2+ അയോൺ. ഇലക്ട്രോണിനെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn2+ അയോൺ ആയി മാറി. അതേസമയം കോപ്പർ എന്താ സംഭവിച്ചത്? കോപ്പർ അയോൺ, അതായത് സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലും കോപ്പറിന് റിയാക്ടിവിറ്റി കുറവുമാണ് അത് രണ്ടും എടുക്കുമ്പോൾ. അപ്പൊ കോപ്പർ എന്ത് ചെയ്തു? Cu2+ അയോൺ ആയിട്ട് മാറി. ആ Cu2+ അയോൺ എപ്പോഴും അയോണുകൾക്കാണോ അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാലാണോ അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ? ഏതിനാണ്? സ്റ്റെബിലിറ്റി കൂടുതൽ ആറ്റമിക് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഏതൊരു അയോണും എന്തായി മാറാൻ ശ്രമിക്കും? പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലല്ലേ, അതുകൊണ്ട് അത് വേഗം പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ വേഗം വാങ്ങി എവിടെ നിന്നാണോ കിട്ടുന്നത് വെച്ചാൽ അത് ഇവിടുന്ന് വാങ്ങിച്ച് എന്താക്കി മാറ്റും? കോപ്പർ ഏതിന്റെ ആയാലും അതിന്റെ ആറ്റമായി മാറാൻ ശ്രമിക്കും. അതേസമയം ഇലക്ട്രോൺ കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും മാറും? നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിരിക്കും. അതെന്ത് ചെയ്യും? ആ കൂടുതലുള്ള നെഗറ്റീവ് ചാർജിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? അതും അറ്റോമിക് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതെപ്പോഴും എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ വാങ്ങും, പ്ലസ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ Cu2+ എന്ത് ചെയ്തത്? +2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണിനെ വാങ്ങി എന്തായി മാറി? Cu ആയി മാറി, കോപ്പർ ആറ്റമായി മാറി. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുവോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വാലൻസി എന്ന് പറയും. അതായത് ഒക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുവോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നുവോ, എത്ര ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നുവോ, അതാണ് അതിന്റെ വാലൻസി നിർണ്ണയിക്കുന്നത്. വാലൻസി എന്ന് പറയുന്നത് സംയോജകത എന്ന് പറയും. ആ സംയോജകത നമ്മൾ പറയുമ്പോൾ വാലൻസി നമ്മൾ പറയുന്ന സമയത്ത് അതിന് ചാർജ് പറയേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയേണ്ട ആവശ്യമില്ല. അതേസമയം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്ന സമയത്ത് ആ വാലൻസിയുടെ കൂടെ നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചാർജ് ഇട്ട് കൊടുത്ത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സോഡിയം എന്നുണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 2,8,1 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഒക്റ്റഡ് കഴിഞ്ഞ് അതിന് 1 ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോഴെന്തേ ചെയ്യുന്നത്? അത് ഇലക്ട്രോൺ അത് വിട്ടുകൊടുക്കുന്ന സമയത്ത് Na+ അയോൺ ആയിട്ട് മാറുമല്ലോ. Na+ അയോൺ ആയിട്ട് മാറും. അപ്പൊ അവിടെ 1+ ആണ് അതിന് വന്നത്. അതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1 ആണ്. കാൽസ്യം ആവുന്ന സമയത്തോ, കാൽസ്യം എന്ന് പറയുന്ന സമയത്ത് 20 ആണ് അറ്റോമിക് നമ്പർ, 2,8,8,2 ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന സമയത്ത് +2 ചാർജ് ആയിട്ട് മാറും. അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ്. അതേസമയം നമ്മൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 8ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2,6 എന്ന് എഴുതും. 6 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നതെങ്കിൽ അതിനെ ഒക്റ്റഡ് ആവാൻ 2 ഇലക്ട്രോൺസ് വാങ്ങണ്ടേ? 2 ഇലക്ട്രോൺസ് വാങ്ങുമ്പോൾ അതിന് എന്ത് ചാർജ് വരും? -2 എന്ന ചാർജ് വരും. അപ്പൊ അതുകൊണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? -2 ആയിരിക്കും. അപ്പൊ കുറച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറെ ഓക്സിഡേഷൻ, എല്ലാത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരുപോലെ അല്ല. ചില ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ ഫസ്റ്റ് ലെസണിൽ നിങ്ങളത് പഠിക്കുന്നുണ്ട്.
എന്തുകൊണ്ട് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നൊക്കെ നിങ്ങളത് പഠിക്കുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ചിലതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ അവിടെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം. സിങ്ക് എപ്പോഴും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സിങ്ക് കാണിക്കുന്നത്. SO4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് H2SO4 2 ഹൈഡ്രജൻ, H2 സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജൻ പോയി ബാക്കി വരുന്നതാണ് SO4. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? എപ്പോഴും -2 ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയാണ്? -1 ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയാണ്? -2 ആണ്. മനസ്സിലായില്ലേ? CO3 കാർബണേറ്റ് എന്ന് പറയും. കാർബണേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -2 ആണ്. -2. ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് അവിടെ മനസ്സിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ ഇവിടെ എഴുതാൻ പോകണം. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഓക്സിഡേഷൻ. അപ്പൊ സിങ്ക് ഒരു എലിമെന്ററി സ്റ്റേറ്റ് വരുമ്പോൾ ഒരു ആറ്റം ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇലക്ട്രോൺ, ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരു ആറ്റം ആയിരിക്കുന്ന സമയത്ത് അതെന്താണ്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഇല്ല. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് ചാർജ് ഇല്ല. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു സിങ്ക് എടുത്തു കഴിഞ്ഞാൽ, സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. എലിമെന്ററി സ്റ്റേറ്റ് ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി കോപ്പർ SO4, CuSO4 കോപ്പർ സൾഫേറ്റ് ആണ്. സൾഫേറ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയാണ്? -2 ആണ്. അപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ടത് എത്രയാണ്? -2. അപ്പൊ ഇത് -2 ആകുന്ന സമയത്ത് ഇതെന്തായിരിക്കും? +2 ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതിന്റെ സം എത്രയായിരിക്കണം? 0. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ സിങ്കിൻ്റെത് 0 കൊടുത്തു, ഇവിടെ Zn2+, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ SO4ന് 2- ആയതുകൊണ്ടാണ് സിങ്കിന് എന്ത് വന്നത്? +2 വന്നത്. അപ്പൊ കോപ്പറിൻ്റെതും എത്രയാണ്? കോപ്പറും എലിമെന്റ് അല്ലേ, എലിമെന്ററി സ്റ്റേറ്റിലാവുന്ന സമയത്ത് 0. അപ്പൊ കോപ്പറിൻ്റെതും അറ്റോമിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ് വരുന്നത്. കോപ്പറിന്റെ അറ്റോമിക് സ്റ്റേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വന്നു? 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സീകരണാവസ്ഥ. അപ്പൊ ഇവിടെ സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ 0, കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ +2, സൾഫേറ്റിന്റെ ഓക്സീകരണാവസ്ഥ -2, സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ +2, സൾഫേറ്റിന്റെ ഓക്സീകരണാവസ്ഥ -2, കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? 0. ഇനി നിങ്ങൾ ഇത് നോക്കിയേ, എന്താണ് സിങ്ക് എന്താ ചെയ്യുന്നത്? സിങ്ക് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നു, gives 2 electrons. എന്നിട്ട് എന്തായാലും മാറിയത് Zn2+ ആയി മാറി. അപ്പൊ ഇവിടെ നോക്കിയേ, സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആയിരുന്നില്ലേ? ഈ 0 ഇവിടെ വരുമ്പോഴേക്കും എത്രയായിട്ട് മാറി? സിങ്ക് 2 ഇലക്ട്രോൺസ് കൊടുക്കുമ്പോഴേക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് മാറി? 2+ ആയിട്ട് മാറി, Zn2+. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയില്ലേ? ഓക്സീകരണാവസ്ഥ കൂടി. ഓക്സീകരണാവസ്ഥ കൂടി കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? ഓക്സീകരണം എന്ന് വിളിക്കും. ഓക്സീകരണം, അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ ഇതിന്റെ ഓക്സീകരണാവസ്ഥ കൂടി, അതുകൊണ്ട് സിങ്കിന് എന്ത് സംഭവിച്ചു എന്ന് പറയും? ഓക്സിഡേഷൻ സംഭവിച്ചു, അതായത് ഓക്സീകരണം സംഭവിച്ചു. ഇനി കോപ്പറിന് എടുത്തു കഴിഞ്ഞാലോ, കോപ്പറിന്റെ എന്തായിരുന്നു? കോപ്പറിന്റെ ഇവിടെ എത്രയായിരുന്നു? 2+ ആയിരുന്നില്ലേ? ഈ 2+ കോപ്പറായി മാറുമ്പോഴേക്കും അതിന്റെ എലിമെന്ററി സ്റ്റേറ്റ് എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പൊ ഇവിടെ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു, അതായത് ഓക്സീകരണാവസ്ഥ കുറഞ്ഞു. അതുകൊണ്ട് അതിനെന്ത് നടക്കുന്നു? റിഡക്ഷൻ നടക്കുന്നു, അതിന് നിരോക്സീകരണം നടക്കുന്നു എന്ന് പറയും. അപ്പൊ സിങ്ക് കോപ്പർ സൾഫേറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? സിങ്ക് + CuSO4 ഗീവ്സ് ZnSO4, സിങ്ക് സൾഫേറ്റ് + കോപ്പർ എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അവിടെ നടക്കുന്ന പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. അടുത്ത നമുക്ക് ഗാൽവനിക് സെൽ എന്താണെന്ന് നോക്കാം. ഇതിലുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ലില് അതായത് നമുക്ക് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ബീക്കർ ഉണ്ട്. ആ 2 ബീക്കറുകളിൽ ഒന്നില് സിങ്ക് സൾഫേറ്റ് എടുത്തിട്ടുണ്ട്, മറ്റേതിൽ കോപ്പർ സൾഫേറ്റും. ഇത് മാറി വരുവേ. നിങ്ങളിപ്പോൾ കോപ്പറും സിൽവറും ആണെങ്കിൽ കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും എടുക്കാം. മെഗ്നീഷ്യം ആണെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റും എടുക്കും. കോപ്പറും കോപ്പർ സൾഫേറ്റും എടുക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. എന്താണ് ഇതിവിടെ? സിങ്കും സിങ്ക് സൾഫേറ്റും, കോപ്പറും കോപ്പർ സൾഫേറ്റും. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് റോഡ് താഴ്ത്തി വെച്ചിരിക്കുന്നു. A zinc rod dipped in zinc sulfate solution and a copper rod dipped in copper sulfate solution. എന്നിട്ട് അതിനെ ആ റോഡിനെ എന്താണ് ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്ന ഇക്വേഷൻ എന്താണ്, ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇവിടെ സിങ്കിന്റെ ഈ ചാർജ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ വരുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്കും കോപ്പറും എടുത്തു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ് ഇതിനേക്കാൾ കോപ്പറിനേക്കാൾ. അതുകൊണ്ട് ഇലക്ട്രോൺസ് ഒഴുകുന്നത് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞാൽ സിങ്കിൽ നിന്നും എങ്ങോട്ടേക്കായിരിക്കും? കോപ്പറിലേക്കായിരിക്കും. അപ്പൊ സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഒഴുകുക. അതുകൊണ്ട് നമ്മൾ ആ ഇലക്ട്രോൺ പോകുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുന്നത്: സിങ്കിൽ നിന്നും കോപ്പറിലേക്ക്. കോപ്പറും സിൽവറും ആണെങ്കിൽ കോപ്പറിൽ നിന്നും സിൽവറിലേക്ക്. മനസ്സിലായില്ലേ? അത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഒഴുകുന്നു. അപ്പൊ സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഒഴുകുന്നു വെച്ചാൽ ആരാണ് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നത്? സിങ്ക് ആയിരിക്കും. ആ കൊടുക്കുന്ന ഇലക്ട്രോൺസ് ആര് വാങ്ങും? കോപ്പർ അയോൺസ് വാങ്ങുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം സിങ്ക് ഇലക്ട്രോൺ, ഈ സിങ്ക് ഇലക്ട്രോണിനെ ഇവിടെ നിങ്ങൾ ആനോഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഗാൽവനിക് സെല്ല്. കോപ്പർ ഇലക്ട്രോഡ് ആണ് ഇവിടുത്തെ കാത്തോഡ്. കാത്തോഡിന്റെ ചിഹ്നം ഇവിടെ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ആണ്. ശ്രദ്ധിക്കണേ, ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവുമാണ് ചിഹ്നം. അപ്പം സിങ്ക് ഇലക്ട്രോൺസ് കൊടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കും, ഇവിടെ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന അല്ലെ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്, കാത്തോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്, അതിന്റെ സമവാക്യം എഴുതുക, റൈറ്റ് ഇക്വേഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ സിങ്ക് എന്ത് ചെയ്യുന്നു? ഗിവ്സ് Zn2++ 2 ഇലക്ട്രോൺ. സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് അയോണായി മാറുന്നു. കോപ്പർ ഇലക്ട്രോഡ് നടക്കുന്ന പ്രവർത്തനം എന്താണ്? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. കോപ്പർ അയോൺ 2 ഇലക്ട്രോൺ വാങ്ങി എന്തായി മാറുന്നു? കോപ്പർ ആയി മാറുന്നു. ഇതാണ് ആനോഡിലും കാത്തോഡിലും നടക്കുന്ന പ്രവർത്തനം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി റിഡോക്സ് റിയാക്ഷനും ചോദിക്കുന്നതിനകത്ത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിരോക്സീകരണ പ്രവർത്തനവും എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അതിന് ഓക്സിഡേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജായി മാറിയാൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജായി മാറിയാൽ എന്ന് മാത്രമല്ല, ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അതിന് ഓക്സിഡേഷൻ എന്ന് വിളിക്കും. നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ കുറയുവാണെങ്കിൽ അതിന് എന്ത് വിളിക്കും? നമ്മൾ നിരോക്സീകരണം എന്ന് വിളിക്കും. ഇനി ഈ രണ്ട് പ്രവർത്തനവും നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. റിഡോക്സ് റിയാക്ഷന്റെ സമവാക്യം എഴുതുക എന്ന് ചോദിക്കും. റിഡോക്സ് റിയാക്ഷൻ എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ ആനോഡിൽ എഴുതുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, കാത്തോഡിൽ എഴുതുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ നോക്കി, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? സിങ്ക് അല്ലേ? അത് ഞാൻ ആദ്യം എഴുതി Zn. പിന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നോക്കുക. ഇതിന്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താണ്? Cu2+. ഇലക്ട്രോൺസ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇവിടെ എന്താ എഴുതുക? Cu2+, Zn+Cu2+ gives. ഇവിടെ എന്താണ് റൈറ്റ് സൈഡിൽ ഉള്ളത്? Zn2+ അല്ലേ? Zn2+ ഇതിന്റെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? Cu. അത് നിങ്ങൾ കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും ആണെങ്കിൽ അതിന് കണക്കായിട്ട് മാറ്റി എഴുതണം. ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ പറ്റി പറയാം. ഇതിനു മുന്നേ നമ്മൾ ഗാൽവനിക് സെല്ലിനെ പറ്റി പറഞ്ഞു. ഗാൽവനിക് സെല്ലില് നമ്മുടെ അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആനോഡിന്റെ ചിഹ്നം നെഗറ്റീവും കാത്തോഡിന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവും ആയിരുന്നു. അതേസമയം ഇലക്ട്രോലൈറ്റിക് സെല്ല് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ദണ്ഡുകൾ നിങ്ങൾക്ക് കാണാം. 2 ഇലക്ട്രോഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇലക്ട്രോഡ്സിനും എന്ത് ചെയ്തു? ഒരു വയർ മുഖേന എന്ത് ചെയ്തു? ഒരു സെല്ലുമായി കണക്ട് ചെയ്തു. ഒരു സെല്ലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഇതിൽ നമ്മുടെ ഒരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കും. അതായത് ആ വൈദ്യുത അയോൺസിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചു. ഇതിനകത്ത് ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചാർജാണ്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരെന്താണ്? കാത്തോഡ് എന്നുമാണ് വിളിക്കുന്നത്. കാത്തോഡ് എന്നും. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലില് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം ചോദിക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ ആനോഡിലും കാത്തോഡിലും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ എക്വസ് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി വൈദ്യുത വിശ്ലേഷണം ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിലും കാത്തോഡിലും കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പോൾ
ഇവിടെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്ത് കഴിഞ്ഞാൽ വെറും സോഡിയം ക്ലോറൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 അയോൺസ് ആണ് ഉണ്ടാവും. ഒന്ന് Na+ഉം അതുപോലെ തന്നെ ഒന്ന് Cl- അയോണും ഉണ്ടാവും. ഈ Na+ അയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ പോസിറ്റീവ് ചാർജ് അയോണുകൾ എപ്പോഴും എങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനടുത്തേക്ക് പോകും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ എങ്ങോട്ടേക്ക് പോകുന്നു? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനടുത്തേക്കും പോകും. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ പോവേണ്ടത് എങ്ങോട്ടേക്കാണ്? ആനോഡിലേക്ക്. പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഉള്ളത്? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് പോവേണ്ടത് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിലേക്കും പോകണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ തന്നതിൽ Na+ഉം Cl- ഇല്ലേ? പോസിറ്റീവ് ചാർജ് ആർക്കാണ്? Na+. അപ്പൊ Na+ എങ്ങോട്ടേക്ക് പോകണം? കാത്തോഡിലേക്ക് പോകും. കാത്തോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ കാത്തോഡിലേക്ക് പോയിട്ട് അവിടുന്ന് ഈ അയോണായിട്ടാണല്ലോ ഉള്ളത്. ആ അയോൺ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു എത്രയാണ്? പ്ലസ് ചാർജ് ആണെങ്കിൽ എന്താണ്? അത് ഇലക്ട്രോൺ വാങ്ങി സ്റ്റേബിൾ ആവാൻ നോക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺ കൊടുത്തിട്ട് എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാൻ നോക്കും. അപ്പൊ ഇവിടെ Na+ ചാർജ് എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ വാങ്ങി എന്തായാലും മാറുന്നു? Na ആയി മാറുന്നു. സോഡിയം ആറ്റം ആയി മാറുന്നു. അതേസമയം ആനോഡിലേക്ക് ആരാ പോകുന്നത്? ക്ലോറൈഡ് അയോൺ. ക്ലോറിനെ നമ്മൾ Cl- എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് എന്ന് പറയാം. ക്ലോറൈഡ് അയോൺ ആനോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ കയ്യില് നമുക്ക് 2 ഇലക്ട്രോൺസ്, നമുക്ക് Cl- എന്ന് മാത്രം പറഞ്ഞാൽ ക്ലോറൈഡിന്റെ ഒരു ആറ്റമാണ് വരുന്നത്. അപ്പൊ 2 Cl- ഉള്ളത് കൊണ്ട് ക്ലോറിൻ വാതകമായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് Cl2 തന്നെ എഴുതണം. അപ്പൊ ഒരു ക്ലോറിൻ ആറ്റം തന്നെ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ അടുത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 2 ക്ലോറിൻ ആറ്റത്തിന്റെ കൂടി ചേർന്നാലും എന്തായി മാറുള്ളൂ? Cl2 ആയിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്താ എഴുതുന്നത്? 2 Cl- എന്ന് എഴുതുന്നത്. അപ്പൊ 2 ക്ലോറിൻ ആറ്റത്തിന്റെ അടുത്തും കൂടി എത്രയാണ്? 2 ഇലക്ട്രോൺസ് വരും. ഒരിക്കലും Cl2- എന്ന് എഴുതാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? 2- എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഒരു ക്ലോറിൻ 2 ഇലക്ട്രോൺ വാങ്ങിയെന്ന അർത്ഥം. ഒരു ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് അറിയാം 2,8,7. അതിന് എത്ര ഇലക്ട്രോണെ വാങ്ങാൻ പറ്റും? 1 ഇലക്ട്രോണെ ഒരു ക്ലോറിന് വാങ്ങാൻ പറ്റും. ഒരിക്കലും Cl2- എഴുതാൻ പറ്റില്ല. ആ 2 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് 2 ക്ലോറിൻ ആറ്റം കൂടിയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് 2 Cl- എന്ന് എഴുതുന്നത്. അപ്പൊ 2 Cl- gives Cl2 + 2 ഇലക്ട്രോൺ. ആ വാങ്ങിയതിനെ എന്ത് ചെയ്യുന്നു? ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടത്തേക്ക് കൊടുക്കുന്നു. അതായത് അപ്പൊ 2 Cl- gives Cl2 + 2 ഇലക്ട്രോൺ നേടി. Na++ 1 ഇലക്ട്രോൺ gives എന്ത് കിട്ടി? Na എന്ന് വേണ്ടി. ഇതെന്താണ്? ആനോഡിലും കാത്തോഡിലും നടക്കുന്ന പ്രവർത്തനം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് വന്നു കഴിഞ്ഞാൽ ഇത്രയും എഴുതുന്നുണ്ട്. എക്ക് സോഡിയം ക്ലോറൈഡ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, എക്ക് സോഡിയം ക്ലോറൈഡ് അതായത് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി ആണെങ്കിൽ അതിൻ്റെ അകത്ത് 2 അയോൺസ് മാത്രമല്ല ഉള്ളത്. ഏതൊക്കെയുണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്, H3O+ അയോൺ ഉണ്ട്, ഹൈഡ്രോണിയം അയോൺ ഉണ്ട്, OH- അയോൺ ഉണ്ട്, ഹൈഡ്രോക്സിൽ അയോൺ ഉണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്? അതിനകത്ത് H2O ഉണ്ട്. അപ്പൊ ഈ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയുള്ളൂ? നെഗറ്റീവ് ആയിട്ടുള്ളത് Cl- അതുപോലെ തന്നെ OH- ആണ്. നെഗറ്റീവ് ഉള്ളത് എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് അയോൺസ് ഇങ്ങോട്ടേക്കാ പോകുന്നത്? ആനോഡിലേക്ക് പോകും. ആനോഡിലേക്ക് പോയിട്ട് എന്താ ചെയ്യാം? അത് ഓക്സിഡൈസ് ചെയ്യപ്പെടും, ഓക്സീകരിക്കപ്പെടും. ഓക്സീകരിക്കപ്പെടാനുള്ള പ്രവണത കൂടുതൽ ഏതിനാണോ? ഓക്സിഡൈസിങ് ടെൻഡൻസി ഏതിനാണോ കൂടുതൽ അതാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ആനോഡിലേക്ക് പോകുന്നത്. അപ്പൊ Cl- OH- എടുത്തു കഴിഞ്ഞാൽ ഏതിനാണ് ഓക്സീകരണ പ്രവണത കൂടുതൽ? Cl- അതുകൊണ്ട് Cl- എന്ത് ചെയ്യുന്നു? ആനോഡിലേക്ക് നീങ്ങി അവിടുന്ന് ക്ലോറിൻ ഗ്യാസായി മാറി. അവിടെ 2 ഇലക്ട്രോൺ എവിടെ വിട്ടുകൊടുക്കുകയും ചെയ്തു? ക്ലോറിൻ ഗ്യാസായി അവിടെ മാറി. അപ്പൊ ആനോഡിലേക്ക് പോകുന്ന ആരാണ്? ക്ലോറിൻ. ഇത് എഴുതി തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഓർമ്മയുണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഈ ഇക്വേഷൻ. അപ്പൊ 2 Cl- gives Cl2 + 2 ഇലക്ട്രോൺ. ഇനി കാത്തോഡിലേക്ക് ആരാണ്? കാത്തോഡിലേക്ക് പോവാൻ ആരൊക്കെയുണ്ട്? Na+ ഉണ്ട്, H3O+ ഉണ്ട്, H2O ഉണ്ട്. അപ്പൊ സോഡിയം അയോൺ ഉണ്ട്, ഹൈഡ്രോണിയം അയോൺ ഉണ്ട്, H2O ഉണ്ട്. കാത്തോഡിലേക്ക് പോയിട്ട് എന്താ സംഭവിക്കുക? അവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുമോ? അവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ഓക്സീകരണമാണോ നടക്കുന്നത്? റിഡക്ഷൻ ആണോ? നിരോക്സീകരണമാണോ നടക്കുന്നത്? നിരോക്സീകരണമല്ലേ. നിരോക്സീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളത് ആരാണ്? നിരോക്സീകരിക്കപ്പെടാൻ സാധ്യത കൂടുതൽ ഏതിനാണ്? ഇവിടെ സോഡിയവും ഹൈഡ്രോണിയം അയോണും അതുപോലെ തന്നെ ജലവും എടുത്തു കഴിഞ്ഞാൽ H2O എടുത്തു കഴിഞ്ഞാൽ നിരോക്സീകരണ പ്രവണത കൂടുതൽ ഏതിനാണ്? H2O-നാണ്. അതുകൊണ്ട് H2O എങ്ങോട്ടേക്ക് നീങ്ങുന്നു? കാത്തോഡിലേക്ക് നീങ്ങുന്നു. കാത്തോഡിലേക്ക് നീങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ 2 ഇലക്ട്രോൺ വാങ്ങി, അതായത് 2H2O + 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ വാങ്ങി എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആയി മാറുന്നു.
ഹൈഡ്രജനും അതുപോലെ തന്നെ എന്തോന്നു 2OH- കിട്ടുന്നു. അപ്പൊ ഇവിടെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ ആനോഡിലും കാത്തോഡിലും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അടുത്ത പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ ആനോഡ് ആൻഡ് കാത്തോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിൽ എന്താ കിട്ടുന്നത്? ക്ലോറിനും. കാത്തോഡിൽ എന്താണെന്ന് പറയാം? സോഡിയവുമാണെന്ന് പറയാം. അതേസമയം എക്ക് സോഡിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോളിസിസ് ചെയ്യുന്നതെങ്കിൽ ആനോഡിലേക്ക് കിട്ടുന്നത് ആരാണ്? ക്ലോറിൻ ആണ്. കാത്തോഡിൽ കിട്ടുന്ന ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇത് എഴുതി തന്നെ നന്നായിട്ട് പഠിക്കും. അടുത്ത നമുക്ക് കോപ്പർ ഒരു ഇരുമ്പ് വളയുടെ ഒരു അയൺ ബാങ്കിളിന്റെ മേലെ എങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത് നോക്കാം. ലേപനം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ കോട്ടിംഗ് ഓഫ് കോപ്പർ ഓൺ എൻ അയൺ ബാങ്കിൾ, ഇരുമ്പ് വളയുടെ മുകളിൽ കോപ്പർ ലേപനം ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കോപ്പർ തകിടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇരുമ്പ് വള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇതിനൊരു ബാറ്ററിയും സ്വിച്ചുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കോപ്പർ ആണ്, നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് അയേൺ ആണ്. അതായത് ഏതിന്മേലാണോ പൂശേണ്ടത് അത് നെഗറ്റീവ് ടെർമിനലുമായിട്ടും ഏതാണോ പൂശേണ്ടത്, ഏത് ലോഹമാണോ കോട്ട് ചെയ്യേണ്ടത് അതെന്താണ്? പോസിറ്റീവുമായിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഗോൾഡ് ആണ് അയേണിന്റെ മേലെ ചെയ്യേണ്ടതെങ്കിൽ ഗോൾഡ് എന്തായിരിക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അയേൺ എന്തായിരിക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് അതിനൊരു ലായനി എടുത്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് ലായനിയോടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഈ CuSO4 എന്തായി മാറും? Cu2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. സോറി, Cu2++SO4 2- ആയിട്ട് മാറും. SO4 2- ആയിട്ട് മാറും. ഈ ലായനിയിലുള്ള CuSO4 Cu2++SO4 2- ആയിട്ട് മാറും. ഈ Cu2+ അയോണുകള് എങ്ങോട്ടേക്ക് നീങ്ങും? നെഗറ്റീവ് ഇലക്ട്രോഡായ കാത്തോഡിലേക്ക്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാത്തോഡ് ഏതാണത്? ഇരുമ്പ് വളയല്ലേ. നെഗറ്റീവ് ഇലക്ട്രോഡായ കാത്തോഡിലേക്ക് നീങ്ങിയിട്ട് 2 ഇലക്ട്രോൺ വാങ്ങി എന്തായി മാറുന്നു? കോപ്പറായി ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു. കോപ്പർ ആറ്റമായിട്ട് ഇരുമ്പ് വളയിൽ നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഇരുമ്പ് വളയുടെ മേലെ കോപ്പർ ഇങ്ങനെ കോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ആനോഡിൽ എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ ആനോഡ് ഏതാണ്? ഇവിടെ കോപ്പർ അല്ലേ. ഈ കോപ്പർ തകിടിലുള്ള കോപ്പർ എന്തായി മാറുന്നു? 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തുകൊണ്ട് എന്തായി മാറുന്നു? Cu2+ അയോണുകളായി മാറുന്നു. Cu2+ അയോൺ. ഇവിടെ ആനോഡിലും കാത്തോഡിലും നടക്കുന്ന പ്രവർത്തന സമവാക്യങ്ങൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? കാത്തോഡിലേക്ക് എന്താ ചെയ്യുന്നത്? കാത്തോഡിലേക്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പർ അയോണുകൾ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ സ്വീകരിക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് നീങ്ങുന്നു? കാത്തോഡിലേക്ക് നീങ്ങി കോപ്പർ ആറ്റമായി മാറി ഏത് നിക്ഷേപിക്കപ്പെടുന്നു? ഇരുമ്പ് വളയിൽ നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഇരുമ്പ് വള കോപ്പറിനാൽ ലേപനം ചെയ്യപ്പെടുന്നു. ആനോഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കോപ്പർ ദണ്ണിലുള്ള, അതായത് കോപ്പർ തകിടിലുള്ള കോപ്പർ എന്തായി മാറുന്നു? കോപ്പർ അയോണായി മാറി എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസ് അവിടെ വിട്ടുകൊടുത്തുകൊണ്ട് അയോണുകളായി മാറുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ കോപ്പർ അയോണുകളായി മാറി നഷ്ടപ്പെടുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? അത് സ്വീകരിക്കപ്പെടുന്നു. ഇങ്ങനെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? അതിന്റെ ഗാഢത, കോപ്പർ അയോണിന്റെ ഗാഢത ആ പ്രവർത്തനത്തിൽ നിലനിർത്തുവാൻ സാധിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ലെസൺസിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് രസതന്ത്രത്തിന്റെ പാഠഭാഗമായിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.